ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 28 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങളാണ്. 26-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഒരുവൻ ഈ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? തൻ്റെ ആത്മാവിനെ പകരമായി അവൻ എന്ത് നൽകും? സ്നേഹം നിറഞ്ഞവരെ, ഈ ലോകത്തിലെ ഒരു വസ്തുവിനും നമ്മുടെ ആത്മാവിൻ്റെ വിലയോളം എത്തില്ല എന്ന് തിരിച്ചറിയുക. ആത്മാവിൻ്റെ വിലയ്ക്ക് പകരമായി ഈ ലോകത്തിലെ ഒരു വസ്തുവിനും പകരം വയ്ക്കാനാവില്ല എന്ന് മനസ്സിലാക്കുക. കാരണം നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ സാദൃശ്യത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈശോയുടെ അമൂല്യമായ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണ് നമ്മുടെ ആത്മാവ്. ഈ ആത്മാവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യമായ സന്തോഷത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ്. ദൈവവുമായിട്ട് ഒന്നായി ചേരുക എന്നതാണ് മനുഷ്യാത്മാവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ദൈവാത്മാവിനോട് ചേർന്നിരിക്കുക എന്നതാണ് മനുഷ്യരുടെ ആത്മാവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് എപ്പോഴും മനസ്സിലുണ്ടാകട്ടെ. നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ആത്മാവിൻ്റെ രക്ഷയെ പ്രതിയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക, പ്രവർത്തിക്കുക, ധ്യാനിക്കുക. ദൈവം സഹായിക്കട്ടെ. ആമേൻ.